ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ 2 മാസം മുമ്പേ നട്ട താമരയുടെ ട്യൂബർ നന്നായി അതിനകത്ത് ഇല വന്നു. ഇപ്പം മൊട്ട് പിടിച്ചത് വലിയ പൂവായി അത് മാറി. അത് മുഴുവൻ വിടർന്നിട്ടില്ല. ഈയൊരു പാകത്തിലായി പൂവ്. അപ്പോൾ വളരെ ചെറിയ മുട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം 3 ട്യൂബറാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തേൽ നല്ല പൂ പിടിച്ചത്. രണ്ടാമത്തതാണ് മൂന്നെണ്ണം ഒരേ സമയത്ത് നട്ടതാണ്. അതിനകത്ത് ഇതുപോലെ മറ്റേതിനകത്ത് ഇതുപോലെ മൊട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഇത്ര വലിയ പൂവായി മാറിയിട്ടുള്ളത്. ഇനിയിപ്പം മൂന്നാമത്തേൽ അടിഭാഗത്ത് നിന്നൊരു മൊട്ട് വരുന്നുണ്ട്. അതിപ്പം വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ 3 ആദ്യം നട്ട 3 നല്ല രീതിയിൽ നല്ല പ്ലാന്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 4ാമത് നട്ടതിൻ്റെ ട്യൂബർ അത്ര ഗുണമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വളർച്ച കുറച്ച് പതുക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു മൊട്ടുണ്ട്. അതിപ്പം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മാത്രമേ ഈ നട്ടതിൽ 3 ആദ്യം നട്ട 3 നല്ല രീതിയിൽ വളർന്നു വന്നു. ഇപ്പോൾ 4ാമത്തത് അത്ര ശരിയായില്ല. അപ്പോൾ ഇത് വിടർന്നു കഴിഞ്ഞിട്ട് നന്നായി വിടർന്നു കഴിഞ്ഞ ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, വീടിൻ്റെ മുൻവശത്ത് മുൾനിലയുടെ മുൻവശത്ത് ഞാൻ ആമ്പലും കൂടി നട്ടിട്ടുണ്ട്. അതൊന്ന് വയലറ്റ് കളറുള്ള ഒന്നാണ്. അതും സുനിത ടീച്ചർ തന്നതാണ്. തൃശ്ശൂരുള്ള സുനിത ടീച്ചർ തന്നതാണ്. പിന്നെ അല്ലാതെ ഞങ്ങൾ വയലിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ആമ്പലാണ്. അത് ധാരാളമായിട്ട് ഇങ്ങനെ കാണാറുണ്ടല്ലോ, വെളുത്ത കളറില്ലേ, അതാണ്. അപ്പോൾ അത് രണ്ടും നട്ടിട്ടുണ്ട്. അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ള ആമ്പൽ 2 നട്ടായിരുന്നു. അതിലൊന്ന് നശിച്ചു പോയി. ഇതാണ് വെള്ള ആമ്പൽ. ഇത് പൊതുവേ വയലുകളിലെല്ലാം കാണുന്നത്. അതുകൊണ്ടൊന്ന് നട്ടതാണ്. മൊട്ടും അങ്ങനെയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇലകളെല്ലാം നന്നായി വന്നിട്ടുണ്ട്, അത്രമാത്രം. അതിപ്പോൾ ഇനി മൊട്ട് പിടിക്കുകയാണെങ്കിൽ, പൂ വിരിയുകയാണെങ്കിൽ അത് വീഡിയോ എടുത്ത് ഇടാം. അതേപോലെ ഇതേ ഇപ്പുറത്തെ ഭാഗത്ത് ഇതിനകത്ത് അത് ആ താമര നടുമ്പം തന്നെ നട്ടതാണ്. ഈ വയലറ്റ് കളറുള്ള ആമ്പലായത്. ഇത് ടീച്ചർ പറഞ്ഞത് പ്രകാരം പിടിക്കാൻ തുടങ്ങിയാൽ, അതായത് പൂ പിടിക്കാൻ തുടങ്ങിയാൽ നിറച്ചും, അതായത് ആഴ്ചക്ക് ഓരോന്നായിട്ട് പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നട്ടിട്ട് ഇതിനകത്ത് മൊട്ടൊന്നും വന്നിട്ടില്ല. ഇത്രയാണുള്ളത്. ഇത്രയാണ് ഇപ്പോൾ ആമ്പലും താമരയായിട്ട് നട്ടിട്ടുള്ളത്. ഇത്രയാണ്. ഇതിനു മുമ്പേ ഒരു മഞ്ഞ കളറുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ജിംബ്രൂട്ടൻ മൊത്തത്തിൽ അത് താഴെ മുറ്റത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മൊത്തത്തിൽ അതിൻ്റെ ട്യൂബറൊക്കെ വലിച്ച് പുറത്തിട്ട് കടിച്ച് നശിപ്പിച്ചായിരുന്നു. പിന്നെ നട്ടിട്ട് നന്നാക്കി എടുക്കാൻ പറ്റിയില്ല. ഇത്രയാണുള്ളത് വീട്ടിൽ. 2 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ആമ്പൽ നോക്കാം. ആമ്പലല്ല, താമര. ഇത് നേരത്തെ 2 ദിവസം മുമ്പേ കാണിച്ചതിൽ അത് ശരിക്കും വിടർന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അത് ഇപ്പം എന്തായി എന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ അത് നോക്കാം, എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം. കൂടെ തന്നെ ജിംബ്രൂട്ടനും വരുന്നുണ്ട്. ജിംബ്രൂട്ടൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പം താമരയൊന്നും പുറത്ത് വെക്കാൻ പറ്റാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല മഞ്ഞ കളറുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഇവൻ കടിച്ച് പുറത്തിട്ടത് മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ട് അത് വീണ്ടും നട്ടിട്ട് അത് നന്നാക്കാനും പറ്റിയില്ല. അപ്പോൾ ഇവനുള്ളത് കൊണ്ടാണ് ഈ ഒരു ടെറസിൻ്റെ ഈ ഭാഗത്ത് താമര നടാമെന്ന് വിചാരിച്ചത്. അവൻ കണ്ടു കഴിഞ്ഞാൽ പൂവടക്കങ്ങ് കടിച്ചു പറിച്ച് നിലത്തിടും. ഇപ്പം ഇങ്ങനെയാണ് താമര. അത് നന്നായി വിടർന്ന് ഈ രീതിയിലായിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം ഇതളും കൊഴിഞ്ഞു തുടങ്ങി. 1-2 ഇതൾ കൊഴിഞ്ഞ് താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത്.